നമസ്കാരം. ഉരുൾപൊട്ടലിൽ ഇരച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ തുടച്ചു നീക്കിയ മുണ്ടക്കൈയിലേക്ക് കടക്കാനുള്ള ബെയിലി പാലം ഇന്ത്യൻ സൈന്യം പൂർണ്ണമായി സജ്ജമാക്കിയിരിക്കുകയാണ്. ബുധനാഴ്ച തുടങ്ങിയ നിർമ്മാണം പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണ സജ്ജമാക്കിയ പാലത്തിലൂടെ ഇന്ന് വൈകിട്ട് 5:50 ആദ്യ വാഹനം കടത്തിവിട്ടു. രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലും വലിയ ആശ്വാസമായാണ് പാലം തുറന്നിരിക്കുന്നത്. ദുരന്തത്തിൽ തുടച്ചു നീക്കപ്പെട്ട മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നവരെ കണ്ടെടുക്കുന്നതിന് വേഗമേറ്റാൻ ബെയിലി പാലം ഏറെ സഹായകമാകും. കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. ഫസ്റ്റ് വാഹനം വരുന്നു. സൈന്യത്തിന്റെ ഫസ്റ്റ് വാഹനം സൈന്യത്തിന്റെ വാഹനം വരുന്നു. ആ സൈന്യത്തിന്റെ ഫസ്റ്റ് വാഹനം വരികയാണ്. മേജർ ജനറൽ VT മാത്യു വാഹനത്തിൽ അതാ വരുന്നു. സൈന്യം ഇന്നലെ ആരംഭിച്ച നിർമ്മാണ ജോലികളാണ് ഇന്ന് പൂർത്തിയായത്. അവർ പറഞ്ഞ അതേ സമയത്തിനുള്ളിൽ 190 അടി നീളമുള്ള പാലമാണ് നിർമ്മാണം പൂർത്തിയാക്കി. ഇന്ന് സൈന്യത്തിന്റെ ആദ്യ വാഹനം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള വാഹനത്തിൽ പാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുമ്പുണ്ടായിരുന്ന പാലം ഈ ഉരുൾപൊട്ടലത്തിനെ തുടർന്ന് തകർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ സൈന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മേജർ ജനറൽ VT മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സൈനികരാണ് ഇപ്പോൾ വാഹനത്തിൽ ഈ ബെയിലി പാലത്തിലൂടെ കടന്നത്. ആ സൈന്യത്തിന് നാട്ടുകാരുടെ ഒരു വലിയ കൈയടിയാണുള്ളത്. ആ സൈന്യം ഏകദേശം 500ഓളം സൈനികർ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ 160ഓളം സൈനികർ വിശ്രമമില്ലാതെ ജോലി ചെയ്താണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അവർക്കെല്ലാം നാട്ടുകാരുടെ ഒരു വലിയ കൈയടി ഇതാ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു സംഘം സൈനികരുടെ നേതൃത്വത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഫസ്റ്റ് വിഷ്വൽസ് ആണിത്. അപ്പോ സൈന്യത്തിന് വലിയൊരു മുദ്രാവാക്യം വിളികളോടെ കയ്യടികളോടെ സൈന്യത്തെ സ്വീകരിച്ചിരിക്കുന്നു ജനങ്ങൾ. അറിയാൻ